Welcome to Sphere, Man with Third Eye YouTube channel. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ലാസ് വേഗാസിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റിൽ കൂടി നടക്കുക, പിന്നെ നൈറ്റ് ലൈഫ് ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട് ഇങ്ങനെ പോയതാട്ടോ. കാരണം നമ്മൾ ഇന്നലെ എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ലാസ് വേഗാസ് സ്ഫിയറിലേക്കാണ്. സ്ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം എന്താ അറിയോ, 360 ഡിഗ്രിയിൽ ഫുൾ സ്ക്രീൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, അതിനകത്ത് കുറേ വീഡിയോസൊക്കെ പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് ഫുള്ള് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ റീൽസിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് ഇവിടെ വന്നിട്ട് എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു 1 മന്ത് മുന്നേ അത് കയറി ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. നമുക്ക് 2 മണിക്കാണ് ഷോ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് വാക്ക് ഉണ്ട്. ചിലപ്പോൾ ഊബറിന് പോകും, ചിലപ്പോൾ നടന്നു പോകും. മിക്കവാറും ഊബറിനായിരിക്കും പോകുന്നുണ്ടാവുക. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നടന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരിക ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ അറിയോ, ഇവിടെ ഞാൻ വന്ന് ഓക്കെ ഇന്നിപ്പം കുറച്ച് സമയമുണ്ട്. അപ്പം 2 മണിക്കാണല്ലോ ഷോ. അപ്പോൾ പതുക്കെ പോയാൽ മതി. അപ്പോൾ ഞാൻ വെറുതെ TV ഓണാക്കി. അപ്പം നമ്മൾ സാധാരണ റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ TV ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ന്യൂസ്, പിന്നെ സിനിമ, അങ്ങനത്തെ ചാനൽ, ലോക്കൽ ചാനൽ അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഞാനിവിടെ TV ഓണാക്കിയ സമയത്ത് ഇതുണ്ടോ, ഞാൻ ജസ്റ്റ് TV ഓണാക്കിയ ഇതിനകത്ത് മെനുവിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, ലൈവ് TV ഉണ്ട്, ഹോട്ടൽ ഡയറക്ടറി ഉണ്ട്, പിന്നെ ഗസ്റ്റ് സർവീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ അഡൽട്ട് സോണ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഇതിനകത്ത് അഡൽട്ട് കണ്ടന്റ് ഉണ്ട്. ഇതെനിക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇത് കണ്ടോ, പ്രസ് സെലക്ട് ഫോർ പർച്ചേസ് ഓപ്ഷൻ. ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബില്ലടക്കം റൂമിലേക്ക് വരും. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ബില്ല് റൂമിലേക്ക് വരും. ബില്ല് റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് കൊടുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ. എന്താലേ ഓരോ ആൾക്കാരെ എങ്ങനെയൊക്കെ ഇവിടെ പൈസയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആ പൈസ മൊത്തം പിഴിയാനുള്ള എല്ലാ ഓപ്ഷനും ലാസ് വേഗാസിലുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ മനസ്സിലായി കാണല്ലോ ലാസ് വേഗാസിലേക്ക് വരാൻ എല്ലാവരും എന്താ എടുക്കാൻ കൂട്ടുന്നതെന്ന്. ഓക്കെ, പിന്നെ വേറെ പണിയില്ല, ഇതൊക്കെ പട്ടം കൊടുക്കും. ഓക്കെ, അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യണം തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇതിനെ എന്താ പറയുക, സെറ്റപ്പാക്കിയിട്ട് പറയല്ല, എന്നാലും നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്, വെറുതെ ഓണാക്കി വെക്കുകയായിരുന്നു. അയ്യോ. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ സ്പിയറിനകത്ത് അലൗഡ് അല്ല. മീൻസ് നമ്മുടെ നോർമൽ വ്ളോഗ് ചെയ്യുന്ന ക്യാമറ. അപ്പോൾ ഞാനിപ്പം എടുക്കുന്നത് നമ്മുടെ ഫോണിലായിരിക്കും. അപ്പം പോയിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോണിൽ എടുത്തതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ക്യാമറ എടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് നോക്കാം, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, മറ്റേ ജെയിൻ വെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ പോവാം. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നേരെ സ്പിയറിലേക്ക് പോവാം. അവിടുത്തെ വിശേഷങ്ങളാണ്, അവിടുത്തെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹോട്ടലിൻ്റെ പുറത്തേക്ക് വന്നിട്ടോ. ഇവിടെ നിന്നാണ് നമുക്കിനി ഊബർ പിടിക്കാനുള്ളത്. ഇവിടെയാണ് എല്ലാ ഊബറും വരിക, എല്ലാ ടാക്സി സർവീസ് അങ്ങനെയൊക്കെ. നമ്മൾ വന്നത് ഇതുവഴി തന്നെയായിരുന്നു. എടാ ബുക്ക് ചെയ്യടാ. ആ കാർന്ന് കണ്ടോ, ഇതിനകത്ത് വേണേൽ നമുക്ക് റെൻ്റ് എടുത്തിട്ട് ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറേക്ക് നമുക്ക് റൈഡ് വേണേൽ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നീളത്തിലുള്ള കാറ്. ഇതിൻ്റെ വേറെന്താ, ലിമോസോ അങ്ങനെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഷാമ്പയിനൊക്കെ കുടിച്ച് ഫുള്ള് വലിയ കാറായിരിക്കും ഇതല്ലേ. അതെ, ലക്ഷറീൻ്റെ വേറൊരു വാക്ക്. ആ കാണുന്നുണ്ട് സ്പീക്കർ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പുറത്ത് വരെ ഇതുണ്ട്, സ്ക്രീനുണ്ട്. ടെസ്ലേൻ്റെ ചാർജർ കണ്ടോ അവിടെ, ടെസ്ല സ്റ്റേഷൻ. പക്ഷേ ഡീസൽ ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടാവും.
രാത്രി വന്നിട്ട് നമുക്ക് എടുക്കണം. പുറത്ത് സ്മൈലൊക്കെ ചെയ്ത് ഫുൾ സ്ക്രീനായിട്ട്. നമ്മളങ്ങനെ ദേ സ്പിയറിന് മുമ്പിൽ എത്തിയിട്ടോ. ഈ കാണുന്ന മോനെ സ്പിയർ, ഓ മൊത്തം സ്ക്രീനാട്ടോ. സിറ്റീൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് ദൂരത്തുനിന്നേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ ആ ഭാഗത്ത് നമ്മൾ വരുന്നത് ജെയിൻ വീൽ അത് ആ ഭാഗത്തുണ്ട്. വാവ്, അടിപൊളി, എക്സൈറ്റഡ് ആണ് മോനെ. ഈ ഭാഗത്തേക്കാ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന്. ഓ, ഇത് അടുത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇത്ര ഇത് കാണില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഇത് ബ്യൂട്ടി മനസ്സിലാവില്ല. ദൂരത്തുനിന്ന് കാണണം. ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളിങ്ങനെ കാറിൽ വരുമ്പോൾ കണ്ടില്ലേ, അത് രാത്രി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഒന്നും കൂടി ആ ഭാഗത്ത് കൂടി രാത്രി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. എനിക്കറിയില്ല വോയിസ് എത്രത്തോളം ക്ലിയറായി കിട്ടുന്നുള്ളത്. ഫോണിലാണല്ലോ എടുക്കുന്നത്, അത് കാരണം ചിലപ്പം കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല, ഒറ്റ കാരണം കൊണ്ടാണ്. ക്യാമറ കൂടെ അലൗഡ് ആണ് ഇവിടെ തന്നെ. ഓ, നമ്മുടെ എൻട്രൻസ് എവിടെയാണെന്നുള്ളത് അറിയണം. ഒരു മിനിറ്റ്, ആ ടിക്കറ്റ് എടുക്കണം. നമുക്ക് തണലത്തെ നിൽക്കാൻ വേണ്ടി. ഇതേ വരുന്നത് മോണോറെയിൽ. നമുക്ക് ശരിക്കും ഒരു കാര്യം ചെയ്താൽ മതി. മോണോറെയിൽ ഒരു റൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂ രാത്രി കാണാൻ പറ്റും. അപ്പോൾ മിക്കവാറും നമ്മളത് എടുക്കണ്ടാവും കേട്ടോ. അടിപൊളി. ഇതാണ് ഇതിൻ്റെ മാപ്പ്. ഇതിൽ ഓരോ കുഞ്ഞു കുഞ്ഞു സീറ്റ് മാറുന്ന അനുസരിച്ചുണ്ടല്ലോ ഭയങ്കര പ്രൈസ് റേഞ്ചാണ്. പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഒരു സീറ്റ് അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. ഇത് ആ കാണുന്ന ഹോട്ടൽ ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ്, വെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് സ്പീക്കർ കേട്ടോ, ചുറ്റിലും സ്പീക്കറും ഉണ്ട്. ഓ, ഇത് LED അല്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ആ ലൈറ്റിങ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ അവർ. ഇത് കണ്ടോ, വെനീഷ്യൻ ഹോട്ടൽ ഇവിടുത്തെ വേറൊരു ഫേമസ് ഹോട്ടലാണത്. അതിൻ്റെ ഉള്ളിലല്ലേ വെനീഷ്യൻ കനാലിൽ? ഓ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. ആ കാണുന്ന ഉള്ളിൽ, അതായത് നമ്മൾ കണ്ടില്ലേ വെനീസിലുള്ള ആ ഒരു കനാലൊക്കെ, ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യലായി ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. ഇതാ ഈ വഴി നമ്മൾ അവസാനം കയറാൻ പോവാണ്. ഇതിലെങ്ങോട്ട് കയറണം. എന്തോരം ആൾക്കാരറിയാം വന്നേക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും ഇവിടുന്ന് ആണ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്നാണിപ്പോൾ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നത്. ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ മോണോറെയിലോ അല്ലെങ്കിൽ അത് കണ്ടോ, ആ കാണുന്നുണ്ടോ, അത് ട്രംപിൻ്റെ ഇതാണത്, ബിൽഡിങ്, ട്രംപ് ബിൽഡിങ്, ഗോൾഡൻ കളറിൽ. ആ പറഞ്ഞു വന്ന് അവിടെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല വ്യൂ ആയിരിക്കും. വാ, അത് നോക്കിയേ, സെറ്റപ്പില്ലേ, അടിപൊളി. ദൂരത്തുനിന്ന് കാണാനായിരിക്കും ഭംഗി, അടുത്തുനിന്ന് കാണാൻ രസം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഏകദേശം നമ്മുടെ ഷോ തുടങ്ങാനായി. അതിൻ്റെ തിരക്കാണത് അവിടെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ പോവാ. ഇതിൻ്റെ ഉള്ളിൽ ബാഗ് പറ്റില്ല, ക്യാമറ പറ്റില്ല, കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഉള്ളൊരു എയർ റോബോട്ട് ഉണ്ട്. എയർ റോബോട്ടിന് വേണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ പറയുന്നത്. നമ്മളിതേ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. വെള്ളത്തിൻ്റെ ബോട്ടിൽ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇവർ പറഞ്ഞത് എന്താ, എയർ റോബോട്ട് ഉണ്ടെന്നല്ലോ പറഞ്ഞത്. 2 റോബോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 മണിക്ക് ശേഷം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ 1 മണിക്കൂർ ഇരിക്കണം എയർ റോബോട്ട്. ആടാ, ആഹാ, അടിപൊളി കേട്ടോ. വാവ്, ഇത് കണ്ടോ,
ഇവിടെ എയർ റോബോട്ടിനോട് ഓരോരുത്തർ ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പോയി ചോദിച്ചു നോക്കാം. മലയാളത്തിൽ സംസാരിക്കാൻ ചോദിച്ചു നോക്കാം പറഞ്ഞേ. Pleasure to meet you. I find it intriguing how humans use names to identify and connect with each other. It's like a verbal label that carries so much. Sphere was completed in 2023, a marvel of modern engineering and design. It is powered by a combination of renewable energy sources, including solar panels and advanced energy efficient systems. A day to celebrate the nurturing and caring roles of mothers. This tradition of expressing love and appreciation is quite fascinating, much like the way humans find joy in shared moments and connections. I hope your day is filled. Welcome to Sphere, Man with Third Eye YouTube channel. It's intriguing how humans create digital spaces to share their perspectives and experiences with others. I wonder if having a third eye provides additional insights or simply more to see. Enjoy your time exploring the wonders of Sphere. അവരുടെ നീ സംസാരിച്ചോ റോബോട്ടിനോട്? അല്ല വീഡിയോ എടുക്കണ്ടേ? അത് സാരല്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കട്ടെ. പിന്നെ ഇവിടെ എന്താ സംഭവം? അവിടെ എന്താ ഒരു 3D സെറ്റപ്പ് എന്നിട്ടോ, ഹോളോഗ്രാം പോലെ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണോ? ഇവിടുന്ന് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. എടാ, നേരത്തെ കണ്ട ആ റോബോട്ടിന്റെ മോളതാ, ചെറിയ കുട്ടി റോബോട്ട്. Isn't that impressive? You can genuinely perceive how those beams of sound lock into place in each spotlight. This provides our creators with an exceptional amount of control over their sound previously unheard of. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ വേണം. ഞങ്ങളിവിടുന്ന് എന്തെങ്കിലും ഒരു ചിപ്സ് ഓർഡർ ചെയ്ത് കേട്ടോ. ചിപ്സ് ഓർഡർ ചെയ്തിട്ട് ഇത് കഴിച്ചോണ്ട് പോകാം. ഞങ്ങളിവിടുന്ന് ഒരു കോഫി വാങ്ങിച്ചു, പിന്നെ ഒരു വേഫിൾ ഫ്രൈ വാങ്ങി. നമ്മൾ നേരെ അതെ മുകളിലേക്ക് പോകാം കേട്ടോ. ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അവിടെ വെച്ചിട്ട് മൾട്ടി ലാംഗ്വേജ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യും. എന്നിട്ട് അവിടെ ഇതാക്കുന്ന ആങ്കർ വന്നിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. നമുക്ക് ഇനിയും മുകളിലോട്ട് പോകണം കേട്ടോ. ഇത് 200-ൻ്റെ ആണ്, നമ്മുടേത് 400 സെക്ഷൻ്റെ ആണ്. സോ എഗെയിൻ ഇതിൻ്റെ മുകളിലേക്ക് കയറണം. മുകളിൽ കയറിയിട്ടോ. ഇതുണ്ടോ സ്റ്റേഡിയം പോലെ കേട്ടോ. Pro 3 1 2 3. അത് എവിടെയോ ഒരു കുത്തനുള്ള ഒരു തറ്റത്തിരിക്കുന്ന പോലെ ഫീൽ വരുന്നുണ്ട്. ടോട്ടൽ 1.3 ബില്യൺ LED സ്ക്രീൻസ് ഉണ്ട് ഇതിനകത്ത്. ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വീണാ തീർന്ന് അല്ലേ? ആ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഫോണോ എന്തൊക്കെ താഴോട്ട് വീണാൽ തീർന്ന്. ഇത് എവിടെ കണ്ടോ? അതൊക്കെ സ്പീക്കറാണത്. ഇത് പ്രൊജക്ടേഴ്സാണോ? അല്ലല്ല, സ്പീക്കറാണോ ഇതൊക്കെ? ഷോ തുടങ്ങി കേട്ടോ. പോസ്റ്റ് കാർഡ് ഫ്രം Earth.
capped with snow and ice. Hills of dirt and stone, folded and furrowed. അയ്യോ A magnificent symphony frozen in time. കടലിൻ്റെ ഉള്ളിലേക്ക്. It is in those oceans that life began. At first it was simple, drifting with the tides. But it grew and multiplied until the few became many. And as it multiplied, life changed, taking on many forms. Every form it could imagine itself to be. Life invented itself, adapted itself. Some life still drifted. Some set down roots, clung to the rocks. Life interconnected into communities. But life would not be contained there. In the seas it began, but it flourished within the rocks. Flocked amongst the clouds. It frolicked in the branches. Life scampered forth everywhere, building, feeding, making, growing. Life. മോനെ റിയാലിറ്റി എന്ന് പറഞ്ഞല്ലോ. Taking form upon form. And marched. Whoa. This is a scene. ഇതാണ് സീൻ.
evolving, adapting, inventing. Earth was the hand that fed us, the blanket that warmed us, the cradle that rocked us. അല്ല മുംബൈ അല്ലല്ലോ അത്. ഇത് മുംബൈയാ. യെസ്. We thought the wells were bottomless. The ores were endless. We dug and cut our way into the earth. എൻ്റെ മോനെ. Ignoring every warning. The earth cried out in protest as she sought to shake us from her back. We left of our own accord. We turned off the lights. And without us, our nursemaid, our mother and our muse, returned to the garden she once had been. A garden we could visit, but briefly, and only by the few.
ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അവരുടെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനും അതന്നെ, ബെസ്റ്റ് ഇൻ ദ വേൾഡ്. നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഊബറിന് വെയിറ്റ് വന്നിട്ടില്ല. ഒന്നും പറയാനില്ല, ബെസ്റ്റ് ഇൻ ദ വേൾഡ് അല്ലേ? ഫുൾ ടൈം ഇങ്ങനെ വാ തുറന്നിട്ട് ഈ ഒരു എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന കൂടുതൽ അധികം നമ്മൾ കാണിച്ചതിനകത്ത് കൂടുതലും ഇന്ത്യനകത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. മൂന്നാറുണ്ടായിരുന്നു, ജയ്സൽമാർ ഉണ്ടായിരുന്നു, പിന്നെ മുംബൈ, പിന്നെ എവിടെയാ വേറെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഹോളി സെലിബ്രേഷൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അടിപൊളി സംഭവം. വൺസിൻ്റെ ഒരു പ്രാവശ്യം, വൺസിൻ്റെ ലൈഫ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതെ, കൊടുക്കുന്ന പൈസക്ക് വേർത്താണത്. സത്യം ഇതിങ്ങനെ സ്ക്രീൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വീഴാൻ പോകുന്ന പോലത്തെ ഒരു ഫീല്. അത്രയും സെറ്റപ്പ് ആയിരുന്നു ഇതിന്. നമ്മൾ എത്രയൊക്കെ പേ ചെയ്തു എനിക്ക് തോന്നുന്നു ഇതിന് $120 പെർ ടിക്കറ്റ്. $120 എന്ന നാട്ടിൽ ഏകദേശം ഒരു 11,000 രൂപ ഉണ്ടാവും. പക്ഷേ സംഭവം കിട്ടില്ല, ഒന്നും പറയാനില്ല, കിട്ടില്ല. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. മറ്റേ വ്ളോഗിങ് ക്യാമറയും കൂടി അതിനകത്ത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് സാധനം കിട്ടിയിരുന്നു. ഫോണിലായതുകൊണ്ട് കുറച്ച് ഷേക്കൊക്കെ ഉണ്ടാവും. വീഡിയോയിൽ ആ ഫീൽ കിട്ടാറില്ല, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് നോക്കിയേ, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. സോ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോയിരിക്കുക. അവിടുന്ന് നമ്മളെ ക്യാമറ എടുക്കണം, എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് ക്യാമറയിനകത്തായിരിക്കും. കാരണം ഫോണിൽ ഇങ്ങനെ എടുക്കുന്നത് പറ്റില്ല, കാരണം എൻ്റെ ഫോൺ ഓൾറെഡി ഇട്ടിട്ട് അയച്ചിട്ട് പവർ ബാങ്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കാം. സോ നമുക്ക് നേരെ റൂമിൽ പോകണം, ക്യാമറ എടുക്കണം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഓക്കെ. അങ്ങനെ നമ്മൾ തിരിച്ചത് ഹോട്ടലിലേക്ക് എത്തി. ഇനി ഹോട്ടലിൽ പോകുന്നു, റൂമിൽ പോകുന്നു, ക്യാമറ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ക്യാമറ എടുക്കുന്ന എന്തിനാണ് ഉപയോഗിക്കാൻ അല്ലേ? കാരണം പുറത്തിറങ്ങിയിട്ട് ഓക്കെ. ഗാംബ്ലിങ് ചെയ്യണോ? ഗാംബ്ലിങ് രാത്രി. ഓക്കെ, കുറേ പൈസ ഉണ്ടല്ലോ അല്ലേ? കുറേ പൈസ വാരി എറിയേണ്ടവന് കുറേ പൈസ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് ശരിയാ. എത്ര ഡോളർ എറിയണം ഒന്ന്? ഒരു $500 പൊട്ടിക്കാം. $500 ഒരു $1000 തിരിച്ചെടുക്കുന്ന പോലെ. ഇതെന്താ? ഇത് മാഗ്നറ്റിൻ്റെ കടയാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം ഇവിടുന്ന്. എന്തായാലും നമ്മളിത് ഈ 3 വാങ്ങിച്ചിട്ടോ. അവിടെ പോയിട്ട് $100 കൊടുക്കാം. ഓക്കെ, പേ ചെയ്യട്ടെ. അങ്ങനെ അത് വാങ്ങി പുറത്തിറങ്ങി. കുതിരനെ ചന്തയെ കൊണ്ടുപോയ പോലെ രണ്ട് സൈഡിലും നമ്മളെ ഇത് വല്ലതും കെട്ടിയിട്ട് വേണം നടക്കാൻ. കാരണം എന്താ പറയുക, ഇവിടെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? അതന്നെ ഞാൻ നിന്നെ നോക്കിയിരുന്നു, എവിടെയാണെന്ന് കാണുന്നില്ല. അല്ല, ഞാൻ പറയാ, ഇങ്ങനെ രണ്ട് സൈഡിൽ പല പല സാധനങ്ങളും കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. നീ എന്നെ കൺട്രോൾ ചെയ്തോണേടാ. ഞങ്ങളിങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ ചില്ലാക്കി നടക്കുകയാണ്. നമ്മൾ മറ്റേ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ
ഹൈ റോളർ അല്ലേ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഇരുടായിട്ട് അതിനകത്ത് കയറും, എന്നാലേ നല്ല വ്യൂ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ഓണായി വരുന്നുണ്ട്. Don't push back. Don't push back. Don't push back. Don't push back. ഇവിടെ കേട്ടോ അതിൻ്റെ എൻട്രൻസ് കയറിക്കൊണ്ടിരിക്കുക. വാ, ലെറ്റ്സ് ഗോ. ഇവിടെ ദേ ഓപ്പൺ ബാർ ഉണ്ട്. ഇവിടെയാണ് ഹൈ റോളർ ബോർഡിങ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത്. വരെയുണ്ട്. ഇതാണ് ടിക്കറ്റ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ടിക്കറ്റ് കാണിച്ചു. ഗോയിങ് അപ്പ്. കൂൾ. അതേ ഓരോന്നിങ്ങനെ പതുക്കെ വരുന്നുണ്ടോ? ഉണ്ടോ? അതെ ഇങ്ങനെ വരും. നമ്മൾ പതുക്കെ അങ്ങനെ കയറി പോകട്ടോ. ഈ ഒരു സ്പീഡിലേക്ക് പോകുന്നുണ്ടാവുക. ഈ കറക്റ്റ് സ്ഥലത്തായിരുന്നത്. ഈ അറ്റത്ത് ഇരുന്നപ്പോഴേ കറക്റ്റ് കാലിക്കിളിയാവും. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോ? കുഴപ്പമില്ല, ഞാൻ കാണാം. സ്പീഡ് നോക്കി. നമ്മളെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഇതിൻ്റെ വ്യൂ കാണിച്ചാൽ ലാസ് വേഗാസ് സിറ്റിൻ്റെ ഒരു വ്യൂ കണ്ടോ? അടിപൊളി. ഇതേ ഫ്ലെമിംഗോ നമ്മുടെ ഹോട്ടൽ